ഇൻകം ടാക്സുകാരുടെ കണ്ണിപ്പെടാതെ ഇവിടം വരെ എത്തിയത് ഭാഗ്യം. മുഴുവൻ 500 അല്ലേ? അല്ല, ഒരു കെട്ട് 100 സാരല്ല. സാർ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ആ ഗോപാലകൃഷ്ണന്റെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് കേട്ടു. അതൊന്നും താറിയണ്ട. പിന്നെ അയാളുടെ കേസ് CBI ഏറ്റെടുത്തു. അധികം താമസിക്കാതെ അയാൾ അകത്താവും. അല്ല, ഈ പാൽപ്പടി മോഷണ കേസൊക്കെ CBI ഏറ്റെടുക്കും സാർ? അല്ലാതെ CBIക്ക് ഇപ്പൊ ഏത് കേസ് ഇരിക്കുന്നു ഏറ്റെടുക്കാൻ? അതൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ കയറ്. അതെന്തിനാ സാർ? CBI എൻഫോഴ്സ് ഒക്കെ നാട് നിങ്ങളെ കറങ്ങിടക്കുക. ഓഹോ, ഇവിടെ ആരുമില്ലേ? എല്ലാരും വന്നേ. ഞാനിതാ 2.25 ലക്ഷം കൊടുക്കാൻ പോകുന്നേ. എന്ത് തോന്നിവാസോടോ തലി കാണിക്കുന്നേ? അല്ല, എല്ലാരും അറിയണമല്ലോ. സാക്ഷികള് മാത്രമല്ല, യഥാർത്ഥ മാനേജറായ സാറിന്റെ മകള് വേണല്ലോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ. 2.25 ലക്ഷം ശരിയായി. ഉടൻ തന്നെ എന്നെ അപ്പോയിന്റ് ചെയ്യണം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. തൊലച്ചല്ലോടൂ താൻ. അവളുമാർ രണ്ടുപേരും ഇനി എനിക്ക് സ്വൈര്യം തരത്തില്ല. പണമാടി. അല്ല, സാക്ഷികൾ ഞാൻ തന്നെ സാക്ഷി. മാനേജർ ശങ്കുണ്ണി നായർ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ താനായിരിക്കും പുതിയ ഭാഷ. ഇൻകം ടാക്സ് ഇപ്പൊ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്താ ഹെഡ്മാസ്റ്റർ കാണാൻ വന്ന് നിൽക്കുന്ന? എന്താ നമ്പ്യാരെ? കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷനോ? ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെയും സ്കൂളിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. അയ്യോ 4 ലക്ഷം അങ്ങനെ ചുളിലടിക്കാൻ പറ്റില്ല. ഇപ്പം മനസ്സിലായി കാണും. അങ്ങനെ ചിരിക്കാറായിട്ടില്ലേ ഗഫൂർ? നമ്മുടെ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ അങ്ങേർക്ക് വെക്കേറ്റ് ചെയ്യിക്കാം. എന്ന് വെച്ചാ തടസ്സം നീക്കാന്ന് അല്ലേ? അതെ. നമ്മുടെ കുറുവാഞ്ചേരിയിലെ മാഷല്ലേ വരുന്നത്? അതെ, അയാൾ തന്നെ. സംഗതി അറിഞ്ഞിട്ടുള്ള വരുവാനാ തോന്നുന്നത്. പാവം, ജോലി കിട്ടൂല എന്ന് പറഞ്ഞപ്പോ വട്ടായി പോയി എന്നാ തോന്നുന്നത്. സാറിന് ഉച്ചയൂണ് ഇവിടുന്നാണല്ലേ? സരസ്വതി വിലാസം സ്കൂളിന്റെ? അതെ, ശങ്കുണ്ണിയാരെ. അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നത് പുതിയ ആളെ നിയമിച്ചോ? ക്ലെയിം ഉണ്ടെന്ന് ആളിനെ കാണാൻ വന്നിരുന്നു. ചേർക്കാൻ പോവാ. പിന്നെന്തായിരുന്നു കൺഫ്യൂഷൻ? ഒന്നുമില്ല, ക്ലെയിമുള്ള സ്ഥിതിക്ക് ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തന്നെയല്ല, അയാൾ ഒന്നാം തരം അധ്യാപകനാ. സാറിനെ കാണാൻ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ വീട്ടിലായിരിക്കും ബൽറാശൻ ചെന്നിട്ടുള്ളത്. വീട്ടിലോ? അതെന്തിനാ? അതിപ്പോ ഞാൻ എങ്ങനെയാ സാറിനോട് പറയുന്നേ? ഒരു സെക്കൻഡ്. എന്റെ വൈഫിന്റെ ബന്ധത്തിൽപ്പെട്ടൊരു ചെറുക്കൻ എഞ്ചിനീയറാ. സാറിന്റെ മകൾക്ക് കല്യാണ ആലോചനയായിട്ട് വന്നിരുന്നു. എന്റെ അറിവിൽ സാറിനെ കുറിച്ചും സാറിന്റെ മകളെ കുറിച്ചും എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. പക്ഷേ കല്യാണാലോചനക്കാര് വിശദമായിട്ടൊരു അന്വേഷണം നടത്തി നോക്കിയപ്പോ അതിപ്പോ ഞാൻ എങ്ങനെയാ പറയണം മിസ്റ്റർ? നമ്മൾ നേരത്തെ പറഞ്ഞ ഗോകുലേഷൻ മാഷില്ലേ, അയാൾ സാറില്ലാത്ത സമയം നോക്കി വീട്ടിൽ ചെല്ലാറുണ്ടെന്നും സാറിന്റെ മകൾ അയാളെ കാണാൻ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലാറുണ്ടെന്നും. എന്റെ മോളെ പറ്റി തന്നെ എന്താ പറഞ്ഞേ? സാർ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? സാറിന്റെ മകളെ വേണ്ടെന്ന് വെച്ച് കല്യാണ പദ്ധതി തിരിച്ചു പോയത് എന്തുകൊണ്ട്? എന്തായാലും സാറിന് അന്വേഷിക്കണം, സത്യമുണ്ടോന്ന് അറിയണം. അകത്തേക്ക് വരൂ.
അച്ഛൻ എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ ഇല്ലാത്തപ്പോ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാസ്റ്റർ വരാറുണ്ടോ? ഏത് സ്കൂൾ മാഷ്? ഏതൊക്കെ മാസ്റ്റർമാരെ അറിയാം നിനക്ക്? പോസ്റ്റിംഗ് കാര്യത്തിന് വേണ്ടി എന്നെ അന്വേഷിച്ചു വന്ന ഒരു മാസ്റ്ററെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നില്ലേ? ഓവ്. ആ, അയാളെ കുറിച്ചാ ചോദിച്ചത്. അന്ന് മാത്രമേ അയാൾ ഇവിടെ വന്നിട്ടുള്ളൂ. അല്ല, അതെ അച്ഛാ, എന്താ കാര്യം? അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അയാളെ കാണാൻ നീ പോയിട്ടുണ്ടോ? ഓവ്. എന്തിനു പോയി? ആരോട് ചോദിച്ചോണ്ട് പോയി? അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണ് ലേഡി. എന്ത് കേട്ടു? അച്ഛൻ എന്തിനാ എന്നെ തല്ലിയത്? മിണ്ടരുത്. വേണ്ട, നീ ഇനി പഠിക്കാൻ പോകണ്ട. ഞാൻ ജോലിക്ക് പോകുന്നില്ല. എന്താണ് നീ വളർന്ന് വലുതായ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. മറ്റെവിടെയും പോകാനില്ലാത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. ഒരു കാരണവുമില്ല. നമ്മളെന്നാ ജംഗ്ഷനിൽ സ്കൂൾ മാഷ് കാണാൻ പോയില്ലേ? പോയിരുന്നു എന്ന് അച്ഛൻ ചോദിച്ചു. പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ചോദ്യമില്ല, ഉത്തരവില്ല. എന്നെ തല്ലി. അതെന്തിനാ? അയാൾ എന്റെ കാമുകനാണെന്ന് ആരും അച്ഛനെ ധരിപ്പിച്ചിരിക്കും. എന്നിട്ടൊന്നുമില്ല. ഒരു വിശദീകരണം ചോദിക്കാനുള്ള ക്ഷമ പോലും അച്ഛൻ കാണിച്ചില്ല. അതിലാ എനിക്ക് സങ്കടം. ഞാനിങ്ങോട്ട് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? നീ വാ, നമുക്ക് മുറിയിലിരിക്കാം. അമ്മ എവിടെ? അമ്മ കുളിക്കുകയാണെന്ന് തോന്നുന്നു. നീ വാ വാ. നീ ഇറങ്ങിപ്പോന്നത് അച്ഛൻ കണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഇന്ന് വരെ അച്ഛൻ എന്നെ തല്ലിയിട്ടില്ല സൗമ്യ. നീ കരയാതിരിക്കടേ. അച്ഛനല്ലേ തല്ലിയത്, മറ്റാരല്ലോ. എനിക്ക് മറ്റാരും ഇല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ആ, ഞാൻ രാധികയുടെ അച്ഛനാ. നിന്റെ അച്ഛനാ? ഞാനില്ല. ഹലോ ഹലോ, 72241. യെസ്, അതെ എങ്കിൽ സൗമ്യയാണ്. എന്താ ഈ നേരത്ത്? ഒന്നുമില്ല. മോളവിടെ വന്നിരുന്നോ? രാധികയോ? ഇല്ലല്ലോ അങ്കിൾ. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നോ? ഹലോ, ഫോൺ കട്ട് ചെയ്തു. ഫോർ 78855. ആ, ഞാൻ രാധികയുടെ അച്ഛനാ. അവള് കുട്ടിയെ കാണാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. വന്നോ? ഇതാണോ ഗഫൂറിന്റെ ചായക്കട? സാറെന്താ ഇവിടെ? നിങ്ങള്? ഞാൻ സരസ്വതി വിലാസ സ്കൂളിലെ കുഞ്ഞിക്കണ്ണ മാഷ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിൽ വന്നിരുന്നു. ഗഫൂറെ, നല്ല അസലായിട്ടൊരു ചായ എടുക്ക്. സാർ ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ. ചായ വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്കൂളിൽ പുതുതായിട്ട് ചേരാൻ വന്ന ഗോകുലകൃഷ്ണ മാഷ്. സാർ, ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് കരുതരുത്. മാനേജറോട് സാറ് പറഞ്ഞാൽ കേൾക്കും. ആ മാഷ് ഇവിടെ കിടന്ന് നട്ടം തിരിയാണ് സാർ. അയാളിപ്പോ എവിടെ ഉണ്ട്? ഞാൻ ഇപ്പൊ വിളിക്കാം സാർ. മാഷ അന്വേഷിച്ച് എഴുതി വന്നിരിക്കുന്നു. നമസ്കാരം സാർ. സാർ, സ്വന്തം മകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരു അച്ഛന് മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നറിയാം.
പക്ഷെ എനിക്ക് ഈ ലോകത്തോട് മാത്രമേ ഉള്ളൂ. ഇന്നലെ ആദ്യമായിട്ട് എനിക്ക് അവിടെ തല്ലേണ്ടി വന്നു. ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പല സ്ഥലത്തും അന്വേഷിച്ചു. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവൾ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടെന്ന് അറിയാൻ കഴിയും. ഒരിക്കൽ വന്നിരുന്നു, പക്ഷേ ഇന്നലെ ഇവിടെ വന്നില്ല. ഇല്ല സർ, ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിൽ. ഇവിടെ വന്നോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പത്രത്തിലൊരു പരസ്യം കൊടുക്കേ, മോളെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുമെന്ന്. അയാൾ എന്തിനാ മാസ്റ്റർക്ക് വന്ന് മോളെ അന്വേഷിച്ചേ? ദേവിന്റെ അച്ഛനിങ്ങോട്ട് വരുന്നു. വാതിൽ അടച്ചോ, നീ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇനിയും തല്ലണമെങ്കിൽ തല്ലട്ടെ. പ്ലീസ്. ഇവിടെ ആരുമില്ലേ? ഓ, അങ്കിളായിരുന്നോ? അവള് മറ്റെവിടെയും പോയിട്ടില്ല. പ്ലീസ് അങ്കിൾ, ഇനി അവളെ തല്ലരുത്. കയ്യേന്നൂടെ. രാത്രി ഫോൺ ചെയ്തപ്പോ എന്നോട് നുണ പറഞ്ഞല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോരുന്ന പെമ്പിള്ളേരെ ഒളിപ്പിച്ച് താമസിക്കുകയാണോ നിങ്ങളുടെ ജോലി? ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ എന്റെ മോള് വളർന്നിരിക്കുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി വന്നിരിക്കുന്നു. ഇനി നിനക്കൊരു അച്ഛന്റെ ആവശ്യമില്ല. ഞാൻ വെറും വിട്ടി. ഇന്നലെ രാത്രി നിന്നെ കാണാതായപ്പം മുതല് മാനസികമായി ഞാനാകെ തകർന്നു. ആ തകർച്ചയുടെ ആഴം നിനക്കിപ്പം മനസ്സിലായില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവണം. ആ കുഞ്ഞ് നിന്നോട് ഇതുപോലെ പെരുമാറണം. അപ്പോഴേ മനസ്സിലാവും. എന്റെ മനസ്സിൽ നിന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിങ്ങനൊരു മകളില്ല.